ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്കൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വിങ്സ് പോർഷൻ എടുത്തിട്ടുണ്ട്, ഒരു ലെഗ് പോർഷൻ എടുത്തിട്ടുണ്ട്, പിന്നെ 2 തൈ പോർഷൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ മീറ്റ് കൂടുതലുള്ള ആ ഒരു പോർഷനും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 5 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഞാൻ നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ ഷീപ്ഡ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1.5 ടേബിൾ സ്പൂൺ വരും. ചെറിയ സവാളയുടെ പകുതിയാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കാം. ഈ മസാലകളൊക്കെ ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് മസാലകൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ച് ചേർക്കുമ്പോൾ ആ മസാല ചിക്കനിൽ നന്നായിട്ട് പരണ്ടിരിക്കും. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ചേർത്ത സവാളയുടെ നീരും ഒക്കെ കൂടി അതിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഈ മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാലകളൊക്കെ പിടിച്ച് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർക്കണം, കോൺഫ്ലോർ ഇല്ല, തീർന്നു പോയി. ഇനി ഈ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അരിപ്പൊടിയോ കോൺഫ്ലോറോ നമ്മൾ ചേർക്കുന്നത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കണം കേട്ടോ ഇത് ചേർക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ, നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്ക്, ഉപ്പില്ലാച്ചാൽ കുറച്ചും കൂടി ചേർത്ത് ഒന്നും കൂടി തിരുമ്മി പിടിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക്, ചുവട് കെട്ടിയുള്ളൊരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 പീസാണ് കേട്ടോ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതവിടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ ഒരിക്കലും ഫുൾ ഫ്ലെയിമിലിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യരുത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊട്ട് വേവേമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു 3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഞാൻ ആദ്യം പൊരിക്കാനിട്ട് കൊടുത്ത 3 പീസസാണ് കേട്ടോ ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കുന്നത്. പിന്നീട് ഉള്ള ബാക്കി 2 പീസും കൂടി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത പീസസാണ് ഞാനിപ്പോൾ എടുത്ത് മാറ്റുന്നത് കേട്ടോ.
അപ്പോൾ രണ്ടാമത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്ത പീസസ് മീഡിയം ഫ്ലെയിമിലിരുന്ന് അങ്ങനെ ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഫ്രൈയുടെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, എന്നാൽ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കും. അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോർഷനും സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.